വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വൈറ്റ് ബോർഡ് നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വൈറ്റ് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം. സോ ഒത്തിരി അനേകം ആപ്സ് പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പം അതിനകത്ത് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് ആപ്പാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. നമുക്ക് ഈ ആപ്പിൽ നമ്മൾ പറയുന്ന എല്ലാവിധ കാര്യങ്ങളും അല്ലെങ്കിൽ ആ ആപ്പിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാം. നമുക്ക് നമ്മുടെ ഫോണിലുള്ള മീഡിയ ഫയൽസ് അല്ലെങ്കിൽ ഫോണിലുള്ള PDF ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് അത് നമുക്ക് ജസ്റ്റ് അതിനകത്ത് ലൈവായിട്ട് എഴുതിയൊക്കെ കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കാം. അപ്പം ഇത്രയുമൊക്കെയാണ് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ പ്ലേ സ്റ്റോറിൽ നിന്നും ലൈവ്ബോർഡ് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് എന്നുള്ള ആപ്പ് നമുക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് വ്യൂ. സോ ക്രിയേറ്റ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജോയിൻ സെക്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ഈ റെക്കോർഡിങ്സിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് റെക്കോർഡിങ്സിലുള്ളത്. നമുക്കത് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ജോയിൻ സെക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രിയേറ്റ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പം ക്രിയേറ്റ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡ് വേണമോ പോർട്രേറ്റ് മോഡ് വേണം എന്നുള്ള ചോദ്യം ചോദിക്കും. നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡ് മതി. ഞാനിവിടെ ടാബിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പ് മോഡാണ് എളുപ്പം. സോ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഞെക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിൻ്റെ ഒരു വ്യൂ. ഞാൻ ഓൾറെഡി ഈ വീഡിയോ ചെയ്യുന്നത് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിൽ തന്നെയാണ്. സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ച് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിലാണ് ഞാൻ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം. നമുക്ക് റൈറ്റ് കോർണറിലായിട്ട് 3 ഡോട്ടുകൾ കാണാനായിട്ട് സാധിക്കും. സോ അതിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഷെയർ ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഉണ്ട്, റീനെയിം ബോർഡ് ഉണ്ട്, സെലക്ഷൻ, ഗ്രിഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷെയർ ബോർഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഷെയർ ബോർഡ് നമ്മൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സെക്ഷൻ കോഡ് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സെക്ഷൻ കോഡ് ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വർക്ക് ആക്സസ് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ ഞാനിപ്പോൾ കുറേ അധികം PDF-ഉം ഫയൽസും ഒക്കെ വെച്ചൊരു ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിലൊരു ഫയൽ നിർമ്മിച്ചു. അത് കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് ഈ ഒരു കോഡ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പം ഇതേപോലെ അവരും നമ്മുടെ ആപ്പിൽ ഓൺ ചെയ്ത് ജോയിൻ സെക്ഷനിൽ ഈ ഒരു കോഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഈ ഒരു പ്രോജക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. രണ്ടാമത്തെയാണ് സ്റ്റോപ്പ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഞാൻ ഓൾറെഡി കുറേയധികം ഫയൽസൊക്കെ വെച്ചൊരു പ്രോജക്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്കത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്ത് എനിക്ക് വേണം അതിൽ എഴുതി കാര്യങ്ങൾ പറഞ്ഞൊക്കെ പഠിപ്പിക്കാം. അപ്പോൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കിത് സേവ് ചെയ്തിട്ട് അത് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുവാനായിട്ടും സാധിക്കും. പിന്നുള്ള ഓപ്ഷനാണ് റീനെയിം ബോർഡ്. നമുക്ക് വേണമെങ്കിൽ ഈ ബോർഡിന് എന്തെങ്കിലും പേര് നൽകാം. ഇനി ഗ്രിഡ് ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ഷൻ ഗ്രിഡ് ടൈപ്പ്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കൊടുത്ത് കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുന്നു. ഇതൊരു ബേസിക് ഗ്രിഡ് ടൈപ്പാണ്. നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലൈൻസ് കൊടുക്കാം. സോ ഇത്രയുമൊക്കെയാണ് ആ 3 ഡോട്ട്സിലുള്ള ഓപ്ഷൻസ്. സോ ഞാനിവിടെ വീണ്ടും വൈറ്റ് ആക്കുകയാണ്. സോ നമുക്കിനി ഈ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 ഓപ്ഷൻസ് കിടപ്പുണ്ട്. സോ ഈ കാണുന്നതാണ് നമുക്ക് ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ. സോ അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് വരും. ഒന്ന് നമ്മുടെ കേഴ്സറിൻ്റെ സൈസ് വരും, പിന്നെ എങ്ങനെയുള്ള പെൻസ് വേണമെന്ന് ചോദിക്കാം, കളർ ചോദിക്കും. സോ നമ്മൾ സെലക്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ എഴുതുന്നു. നോക്കുക. സോ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ സ്ക്രീനിൽ എഴുതാം. ഇനി സ്റ്റോപ്പ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന എല്ലാവിധ കാര്യങ്ങളും ആ റെക്കോർഡിങ്ങിൽ വരികയും ചെയ്യും. സോ ഇനി അടുത്ത ഓപ്ഷനാണ് നമുക്ക് ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷനാണ് ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ലൈൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ്, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനിയുള്ള അടുത്ത ഓപ്ഷനാണ്, നാലാമത്തെ ഓപ്ഷനാണ് ഇറേസർ. അപ്പം ഇറേസറിൻ്റെ ഉപയോഗം നോക്കുക. എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ സാധാ ബേസിക് പെയിൻറ്റിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഓൾ ഓൺ എ സറൗണ്ട് നമുക്ക് ക്ലിയർ പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ പേജ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യപ്പെടും. ഇനി അടുത്തയാണ് ടെക്സ്റ്റ് ഓപ്ഷൻ. അപ്പം ടെക്സ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ അങ്ങനെയുള്ള എല്ലാവിധ ബേസിക് ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ ഏകദേശം ഒരു ഗ്രീൻ കളർ എടുത്തു. പ്രസ് ചെയ്യുന്ന സ്ക്രീനിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. സോ നമ്മളിവിടെ എഴുതുന്നു. സോ നമ്മളിവിടെ ഓൾറെഡി എഴുതുന്നു. നമുക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് സ്ക്രീൻ ഡ്രാഗ് ചെയ്ത് ഈ സൈസ് വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വീണ്ടും കളർ മാറ്റാം. സോ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രീനിൻ്റെ മറ്റെവിടെയെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്റ്റഡ് ആവും. അല്ലെങ്കിൽ നമുക്ക്
ടോപ്പിൽ കണ്ട ആ ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും സെലക്റ്റഡ് ആവും. നമുക്കിതിന് വീണ്ടും സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനാണ് വേണ്ടത്. അവിടെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വീണ്ടും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ക്രീനിൻ്റെ വേറെ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട ഓപ്ഷൻ, ഇൻസേർട്ട് മീഡിയ. ഈ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലുള്ള സ്ക്രീൻഷോട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്കത് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലും എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. സോ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ എടുത്തു, ഞാനത് സെലക്ട് ചെയ്തു. ഞാനെന്നിട്ട് ഇത് വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് വേണമെങ്കിൽ സെയിം ടൈമിൽ ഇതിൽ വരച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുവാനായിട്ടും സാധിക്കും. ഇനി അതിൽ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഇമ്പോർട്ട് PDF. ഇമ്പോർട്ട് PDF സാധാരണഗതിയിൽ പെയ്ഡ് വേർഷൻസിലാണ് വരുന്നത്. നമുക്ക് ഒരു സിമ്പിൾ പേജൊക്കെ വേണമെങ്കിൽ ഇമ്പോർട്ട് PDF നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ പെയ്ഡ് വേർഷൻ നമുക്ക് ഇമ്പോർട്ട് PDF പറ്റുകയുള്ളൂ. സോ ഇനി ചൂസ് ഫോൾഡർ എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് ആ ഒരു പേജ് വരുന്നു. നമുക്ക് വേണമെങ്കിൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതുവാനായിട്ടും സാധിക്കും. ഇനിയുള്ള അടുത്ത പ്രധാനപ്പെട്ട ഓപ്ഷനാണ് എങ്ങനെ നമുക്ക് പേജ് ഇൻക്രീസ് ചെയ്യാം. സോ പേജ് ഇൻക്രീസ് ചെയ്യാനാണ് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്. കണ്ടല്ലോ, ഒരു ആരോ ബട്ടണും എല്ലാം ഉള്ള ഓപ്ഷൻസ്. നമുക്ക് വേണമെങ്കിൽ ബാക്കിലോട്ടും ഫ്രണ്ടിലേക്കും നാവിഗേറ്റ് ചെയ്ത് പോകാം. നമുക്കിനി പുതിയൊരു പേജ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഡൗൺവേർഡ് ആരോയിൽ പ്രസ് ചെയ്യുക. ഈ പ്ലസ് എന്നുള്ള സിമ്പലിൽ നമുക്ക് എത്രത്തോളം പേജ് വേണോ അത്രയും നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിവിടെ തന്നെ പ്രസ് ചെയ്ത് നമുക്ക് പഴയ പേജസിലേക്ക് വേണമെങ്കിൽ പോകാം. സോ ഞാൻ ഈ പേജ് വീണ്ടും എടുക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻറ്റ്. വൺസ് ഞാൻ ഈ ഒരു എല്ലാവിധ മീഡിയാസും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റെക്കോർഡിങ്ങിലാണിത്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഇമേജസും സ്ക്രീൻഷോട്ട്സും എല്ലാം ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം PDF എല്ലാം ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കാം. നിങ്ങൾക്ക് അപ്പം തൊട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ഈ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളുമെല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം അത് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റെക്കോർഡിങ്സിൽ പോയിട്ട് നമുക്കത് സിമ്പിളായിട്ട് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാവുന്നതുമാണ്. സോ ഇത്രയുമൊക്കെയാണ് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ. ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഒരുവിധ ഡിഫിക്കൽട്ടിയും ഇല്ല. വളരെ എളുപ്പമുള്ള ഒരു ആപ്പാണ്, ആർക്കും ഉപയോഗിക്കാം. കുറച്ച് പ്രായമായിട്ടുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്പാണ്. സോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാ ടീച്ചേഴ്സിലേക്കും ഷെയർ ചെയ്യുക, എല്ലാ VA ട്രെയിനേഴ്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ്.